ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എണ്ണീറ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങുന്നത് തന്നെ നല്ലൊരു എനർജിയോട് കൂടിയാണ്. അപ്പം രാവിലെ തന്നെ ഇപ്പം വേനൽക്കാലം തുടങ്ങുന്നതുകൊണ്ട് ഫുൾ കരിയിലയാണ്, മുറ്റത്തും വഴിയിലും എല്ലാം നിറച്ചും കരിയിലയാണ്. അപ്പം ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് ഇത് തൂക്കുക എന്നതാണ്. അപ്പം നമ്മളിപ്പം തൂത്തിട്ട് 5 മിനിറ്റ് ഒന്ന് കഴിഞ്ഞാൽ മതി, അപ്പോഴത്തേന് പഴയതിനെക്കാട്ടിൽ ഇരട്ടി കരിയില ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടറമ്പിൽ എല്ലാം റബ്ബറും തോട്ടമാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ കരിയില വീണ് കിടക്കും. ആൾക്കാർ വിചാരിക്കും നമ്മൾ തൂക്കുന്ന പോലും ഇല്ലെന്ന്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ചാൾ ഇനി ഇങ്ങനെ ആയിരിക്കും. അപ്പം രാവിലെ തന്നെ ഞാൻ തൂപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്കൊരു പശുക്കിടാവുണ്ട്, അതിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്നും രാവിലെ എൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്. അവിടെ ചെന്ന് അതിനോട് എന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ട് പപ്പ അതിനെ അഴിച്ചുകൊണ്ട് വരും വെള്ളം കൊടുക്കാനൊക്കെ. ഞാൻ ചെന്ന് കഴിഞ്ഞാണ് ചില ദിവസമൊക്കെ അത് എണീക്കുന്നത്. അപ്പം എന്നെ കണ്ട ഉടനെ ഇപ്പം ചാടി എണീറ്റു. പിന്നെ അതിന് വെള്ളം കൊടുക്കാനുള്ള കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും രാവിലെ ഇത് വെള്ളം കുടിക്കാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് പോകും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മണിക്കുട്ടി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പിന്നെ ഒറ്റയോട്ടമാണ് വെള്ളം കുടിക്കാനായിട്ട്. അങ്ങനെ രാവിലെ അതിനാവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇനിയും പറമ്പിൽ അഴിച്ചു കെട്ടും. ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടം നിങ്ങൾക്ക് കാണിച്ചു തരാം. പച്ചക്കറി എന്ന് പറയാൻ കോവയ്ക്ക അതുകൂട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ. കാരണം പന്നിശല്യം കാരണം ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു സാധനം പോലും വെക്കാൻ പറ്റത്തില്ല. 15 പന്നിയൊക്കെയാണ് ഒരുമിച്ച് ഇവിടെയൊക്കെ ഇറങ്ങി വരുന്നത്. ഇത് കണ്ടില്ലേ, കോവയ്ക്ക ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം കിട്ടും. ഇതെല്ലാം ഇപ്പോൾ ഉണങ്ങി നിൽക്കുകയാണ് വെള്ളത്തിൻ്റെ കുറവ് കാരണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പോയി. ഇത് കണ്ടില്ലേ, ഞാൻ വെണ്ടയുടെ അരിയും ചീരയുടെ അരിയൊക്കെ ഈ ബാഗ്സിൽ ഇട്ട് വെച്ചതാണ്. പക്ഷെ ഒന്നുപോലും കിളുത്തില്ല. സീഡിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഇനി ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണം. നേരത്തെ ഞാൻ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് പ്ലാസ്റ്റിക് കൂടിനകത്തൊക്കെ കിളിപ്പിച്ചായിരുന്നു. അപ്പം നന്നായിട്ടുണ്ടായതാണ്. ഇപ്പം അറിയത്തില്ല എന്താണെന്ന്, ഒന്നുകൂടെ നോക്കണം. പിന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു പൈപ്പ് ലൈൻ വരുന്നതിന് മുമ്പ്. ഇപ്പം പൈപ്പ് ലൈൻ ഉണ്ട്. അപ്പം നമ്മൾ വെള്ളം ടാങ്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. പുറത്തെ ആവശ്യത്തിനെല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത്. കുടിക്കാനൊക്കെ കിണറുണ്ട്. പിന്നെ ഇതിപ്പം ചക്കക്കുരുവിൻ്റെ സീസണാണല്ലോ. എവിടെ തിരിഞ്ഞാലും ചക്കയും ചക്കക്കുരുവാണ്. നമുക്കൊക്കെ ഇതൊക്കെ ഒരു വല്ലാത്ത ഒരു ഇഷ്ടമൊന്നും തോന്നത്തില്ല ഇതിനോട്. പക്ഷേ പ്രവാസികളൊക്കെ ഇതൊത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അവർക്കിത് കിട്ടാക്കനിയാണല്ലോ. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ട്. പിന്നെ ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഞാനെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കുന്നത് ഉപ്പും മുളകും സീരിയൽ കണ്ടുകൊണ്ടാണ്. ശരിക്കും അതില്ലാതെ എനിക്കിപ്പോൾ കഴിക്കാനേ പറ്റത്തില്ല. നല്ലൊരു സീരിയൽ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെ കോമഡി ആയിട്ട് അവർ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ കാണുന്ന ഏക സീരിയൽ ഇതാണ്. നല്ല രസമാണ്, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് രാവിലെ റൂമിനകം എല്ലാം തൂക്കാൻ പോവാണ്. എന്നും ഞാൻ നേരത്തെ തൂക്കുന്നതാണ്, ഇന്ന് ലേറ്റായിപ്പോയി. അപ്പോൾ ഇനി ആ ഒരു ജോലിയുടെ രാവിലത്തെ എനിക്ക് ബാക്കിയുണ്ട്.
അങ്ങനെ രാവിലത്തെ പണികളെല്ലാം തീർത്ത ശേഷം ഞാൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനിയും എക്സാംസൊക്കെ വരുന്നുണ്ട്. ഡേറ്റൊന്നും അതിൻ്റെ വന്നിട്ടില്ല. നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം. അതാണല്ലോ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർ ചെയ്യേണ്ടത്. അപ്പം രാവിലെ ഞാൻ ജോഗ്രഫിയുടെ ആണ് നോട്ട്സൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. ഇപ്പം കുറച്ച് നാളായിട്ട് ഒത്തിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊന്ന് ഇപ്പം എല്ലാം മറന്നിരിക്കുകയാണ്. എല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കണം. ബുക്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ക്ലാസ്സൊക്കെ കേട്ട് നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി പഠിക്കുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ജോഗ്രഫിയൊക്കെ വാസ്റ്റായിട്ടുള്ള പോർഷനാണ്. പക്ഷേ 5 മാർക്കേ അതിൽ നിന്ന് കിട്ടത്തുള്ളെങ്കിലും വളരെ ഡീപ്പ് ലെവലിലുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പം ചോദിക്കുന്നത്. അപ്പം നന്നായിട്ട് ബേസ് മുതൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കിട്ടുന്ന സമയമൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ എക്സാമൊക്കെ ഇച്ചിരി ടഫായിരുന്നു. അതുകൊണ്ട് ഇനിയുള്ള എക്സാമൊന്നും പറയാൻ പറ്റത്തില്ല. വേക്കൻസീസൊക്കെ ഇപ്പോൾ കുറവാണ്. പക്ഷേ നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. എഴുതാൻ പറ്റുന്ന കാലത്തോളം എഴുതുക. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമുക്കുള്ളതാണെങ്കിൽ ദൈവം അത് നമ്മുടെ കയ്യിൽ എത്തിച്ചു തരും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനും ഡീമോട്ടിവേറ്റഡ് ആയി പോകരുത്. അപ്പം അങ്ങനെ ലഞ്ച് ടൈമായി. ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. അപ്പം അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. സ്പെഷ്യലാണ്. കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈവനിങ് ടൈമൊക്കെ ആയി. ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന പൂച്ചയാണ്. ഞങ്ങൾ വളർത്തുന്നൊന്നുമല്ല, പക്ഷേ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സോ കഴിക്കുമ്പോൾ അത് വന്നിരിക്കും. അതിനെന്തായാലും നിർബന്ധമായിട്ട് അത് കിട്ടണം. കിട്ടുന്നിടം വരെ അവിടെ ഇരിക്കും. അതിന് അച്ചപ്പം, കുഴലപ്പം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളത് കൊടുക്കും. അത് സ്ഥിരമായിട്ട് വന്ന് കഴിക്കും. ആദ്യം ക്യാമറ കണ്ടിട്ടാണ് ഓടുന്നത്, അല്ലെ അവിടെ ഇരുന്ന് കഴിക്കും. ക്യാമറ കാണുന്ന പേടിയാണ്. ക്യാമറയും കൊണ്ട് ചെല്ലുന്ന ഉടനെ ഓടാൻ തുടങ്ങും. ഇതാണ്ട് അച്ചപ്പമാണ് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നത്. ഉച്ചയ്ക്കൊക്കെ നമ്മൾ ചോറ് കൊടുക്കും, രാവിലെയും കൊടുക്കും. അതുകൊണ്ട് ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. പക്ഷേ പെരയ്ക്കകത്തൊന്നും കയറി ആരെയും ശല്യപ്പെടുത്തത്തൊന്നുമില്ല. വെളിയിലിരിക്കാൻ പറഞ്ഞാൽ വെളിയിലിരുന്നോളും. അങ്ങനെ അധികം അക്രമ സ്വഭാവമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.